ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 60യിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 60 എന്താ പറയുന്നത്? എ പ്രൊജക്ടൈൽ ഈസ് ഫയർഡ് വെർട്ടിക്കലി ഫ്രം ദി എർത്ത് വിത്ത് എ വെലോസിറ്റി k into VE, where VE is the escape velocity and k is a constant less than unity. അപ്പൊ നോക്കൂ, എർത്തിന്റെ സർഫസിൽ നിന്നും k into VE എന്ന വെലോസിറ്റിയോട് കൂടി, ഒരു ഇനിഷ്യൽ വെലോസിറ്റിയോട് കൂടി ഒരു പ്രൊജക്ടൈൽ നിങ്ങൾ വെർട്ടിക്കലായി ഫയർ ചെയ്യുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ദ മാക്സിമം ഹൈറ്റ് ടു വിച്ച് പ്രൊജക്ടൈൽ റൈസസ് ആസ് മെഷേർഡ് ഫ്രം ദി സെന്റർ ഓഫ് ദി എർത്ത്. നോക്കൂ, എർത്തിന്റെ സെന്ററിൽ നിന്നും എന്തുമാത്രം ഹൈറ്റിലാണ് ഈ പ്രൊജക്ടൈൽ പരമാവധി എത്തുക, മാക്സിമം ഹൈറ്റ്. അപ്പൊ നോക്കൂ, ഈ R എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എർത്തിന്റെ സെന്ററിൽ നിന്നും ഇതുവരെയുള്ള ദൂരമാണ്. ഈ സ്മാൾ ആറോ എർത്തിന്റെ റേഡിയസ് ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം എന്താ പറയുന്നത്? പ്രോബ്ലം ഡിമാൻഡ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ ഉപയോഗിക്കണം. എന്താണ് കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ? ഈ പാർട്ടിക്കിളിന്റെ സഞ്ചാരപാതയിലെ ഓരോ പോയിന്റിലും അതിന്റെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരേ വാല്യൂ ആയിരിക്കും. അപ്പൊ നോക്കൂ, നിങ്ങൾ എർത്തിലെ സർഫസിൽ ഇത് പ്രൊജക്ടൈൽ ഫയർ ചെയ്യുന്ന സമയം നോക്കിക്കേ. ആ പ്രൊജക്ടൈൽ ഫയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു? kv² ആയിരുന്നു. ഓക്കെ, kve ആയിരുന്നു. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ പോയിന്റിൽ ഇതിന് എന്തുണ്ട്? ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. ഒരു നിശ്ചിത വെലോസിറ്റിയോട് കൂടിയാണ് ഫയർ ചെയ്യുന്നത്. അപ്പോൾ ആ പോയിന്റിൽ എന്തുണ്ട്? ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. ഓക്കെ, ഇനി കൈനറ്റിക് എനർജി മാത്രമല്ല, എർത്തിന്റെ സർഫസിൽ ഇരിക്കുന്ന ഒരു പോയിന്റിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് എർത്തിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അനുസരിച്ചിരിക്കുന്നു. നോക്കൂ, -gmm/r ആണ് അതിന്റെ ഫോർമുല. m ആണ് നമ്മുടെ പ്രൊജക്ടൈലിന്റെ മാസ് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇനി അപ്പോൾ ഇതിന്റെ സഞ്ചാരപാതയിലെ പോയിന്റിലെ എന്താണ്? ഒരു പോയിന്റിലെ ടോട്ടൽ എനർജി കണ്ടുപിടിച്ചു. അത് ആ പോയിന്റ് എവിടെയാണ്? എർത്തിന്റെ സർഫസിലാണ്. ഇനി ഇത് നോക്കൂ, എർത്തിന്റെ സർഫസിൽ നിന്നും ഇത്ര ഹൈറ്റിലാണ് ഇവിടെ ഇത് എത്തിയത്. ഓക്കെ, എർത്തിന്റെ സർഫസിൽ നിന്നും ഒരു നിശ്ചിത ഹൈറ്റ് ഇത് അറ്റൈൻ ചെയ്തു. ആ നിശ്ചിത ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സെന്ററിൽ നിന്നും അതിന്റെ ദൂരം എത്രയാണ്? R ആണ്. നോക്കൂ, ഈ പോയിന്റിന്റെ പ്രത്യേകത, ഇവിടെ കൈനറ്റിക് എനർജി ഇല്ല, പിന്നെന്താണ്? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. നോക്കൂ, ആ ഫോർമുല എന്താണ്? -gmm/r ആണ്. കാര്യം എന്താണ്? എർത്തിന്റെ സെന്ററിൽ നിന്നുമാണ് അത് മെഷർ ചെയ്യുന്ന ആ ഡിസ്റ്റൻസ്. ഓക്കെ, gmm/r. സംശയമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പിൽ VE പകരം എന്ത് കൊടുക്കുക? അതിന്റെ ഫോർമുല കൊടുക്കുക. VE ഫോർമുല എന്താണ്? എസ്കേപ്പ് വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? √2gm/r ആണ്. ഓക്കെ, √2gm/r ആണ്. അത് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. ഓക്കെ, എസ്കേപ്പ് വെലോസിറ്റി ഫോർമുല നിങ്ങൾ കാണാതെ പഠിക്കണം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയേണ്ട കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്ത് കളയുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അവസാനം എന്ത് കിട്ടും? k²/r -1/r -1/r എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 2 ഉം 2 എല്ലാം ക്യാൻസൽ ചെയ്തു പോയി. അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സ്റ്റെപ്പ് എന്ത് ചെയ്യുക? ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ഇത് മനസ്സിലാക്കിയതിനു ശേഷം ഈ പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കിയതിനു ശേഷം. അടുത്തത് 1/r ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾക്ക് അവസാനം എന്ത് കിട്ടും? ഈ സ്റ്റെപ്പ് 1/R ന്റെ 1 - k² എന്ന് കിട്ടും. നിങ്ങൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? സ്മോൾ r ആണ്. അതായത് എർത്തിന്റെ സെന്ററിൽ നിന്നും ഈ പ്രൊജക്ടൈൽ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണ്? അത് r ആണ്. അപ്പൊ നോക്കിക്ക്, R =R/1 - k². ഓപ്ഷൻ സി ആണ്. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 60th ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് 63rd ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 63rd ക്വസ്റ്റ്യൻ പറയുന്നത്? Question number 63. The ratio of the kinetic energy required to be given to a satellite so that it escapes the gravitational field of the Earth to the kinetic energy required to put the satellite in a circular orbit just above the free surface of Earth. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? ഒരു റേഷ്യോയാണ്. റേഷ്യോയിലെ ആദ്യത്തെ ക്വാണ്ടിറ്റി എന്താണ്? കൈനറ്റിക് എനർജി റിക്വയർഡ് ടു ബി ഗിവൺ ടു എ സാറ്റലൈറ്റ് സോ ദാറ്റ് ഇറ്റ് എസ്കേപ്സ് ദി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് ദി എർത്ത്. അതായത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എസ്കേപ്പ് ചെയ്യുവാനായി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സാറ്റലൈറ്റിന് ഒരു കൈനറ്റിക് എനർജി കൊടുക്കണം. ഓക്കെ, അതിന്റെയും ഈ സാറ്റലൈറ്റിനെ എർത്തിന്റെ ഫ്രീ സർഫസിൽ നിന്നും ജസ്റ്റ് എബവ് ഒരു ഓർബിറ്റിൽ പ്ലേസ് ചെയ്യാനുള്ള കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റേഷ്യോയാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്നത് എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയുമാണ്. ഇത് രണ്ടും എന്ത് ചെയ്യുക? ഇതിന്റെ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കുക. കൺസെപ്റ്റും ഫോർമുലയും
കൃത്യമായി പഠിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മൾ നമ്മുടെ നോട്ട്സ് ഡിസ്കസ് ചെയ്തതിന്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എസ്കേപ്പ് വെലോസിറ്റിയുടെയും ഓർബിറ്റൽ വെലോസിറ്റിയുടെയും ഫോർമുല എന്ത് ചെയ്യാം, വൃത്തിയായി പഠിച്ചതിന് ശേഷം ഈ വീഡിയോ നോക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, VE എസ്കേപ്പ് വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? √2GR. VO ആണ് ഓർബിറ്റൽ വെലോസിറ്റി, √GR. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഓർബിറ്റ് എന്നത് എർത്തുമായി വളരെ ക്ലോസ് ആണ് എങ്കിലാണ് ഈ ഫോർമുല ഉപയോഗിക്കുന്നത്. കണ്ടീഷൻസ് എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഫോർമുലകൾ നമ്മൾ എടുത്തത്? കാര്യം എന്താണ്? ആദ്യത്തെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാറ്റലൈറ്റിനെ എന്ത് ചെയ്യണം, എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിന് പുറത്താക്കണം. ഓക്കെ, അതിന് നിങ്ങൾ കൊടുക്കുന്ന വെലോസിറ്റി എത്രയാണ്? VE ആണ്, എസ്കേപ്പ് വെലോസിറ്റി ആണ്. എന്ന് വെച്ചാൽ ആ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ½ mv² ആണ്. ഇത്രമാത്രം കൈനറ്റിക് എനർജി കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ, ഈ വെലോസിറ്റി ഇത്രമാത്രം കൈനറ്റിക് എനർജി കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ, ഈ പ്രൊജക്ടൈൽ അല്ലെങ്കിൽ ഈ സാറ്റലൈറ്റ് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് ഓവർകം ചെയ്യുള്ളൂ. അപ്പൊ VE² ആണ്. V എന്താണ്? √2GR ആണ്. അപ്പൊ നോക്കൂ, VE² എന്താണ്? × 2GR. നിങ്ങൾക്ക് എന്ത് കിട്ടും? mgr എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, രണ്ടാമത്തെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സാറ്റലൈറ്റിനെ എർത്തിന്റെ ഫ്രീ സർഫസിൽ നിന്നും ജസ്റ്റ് എബവ് ഒരു ഓർബിറ്റിൽ എന്ത് ചെയ്യുക, പുട്ട് ചെയ്യാനുള്ള കൈനറ്റിക് എനർജി. നോക്കൂ, അവിടെയുള്ള വെലോസിറ്റി എന്താണ്? ഓർബിറ്റൽ വെലോസിറ്റിയാണ്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ എർത്തിന്റെ എർത്തുമായി ക്ലോസ് ആയുള്ള ഒരു ഓർബിറ്റിൽ ഇതിന് കറങ്ങാൻ വേണ്ട വെലോസിറ്റിയാണ് എന്ത്? ഓർബിറ്റൽ വെലോസിറ്റി. അതിനെ പുട്ട് ചെയ്യാനുള്ള ആ സാറ്റലൈറ്റിനെ അവിടെ പ്ലേസ് ചെയ്യാനുള്ള വെലോസിറ്റി അത് തന്നെയാണ് അവിടെ ഉപയോഗിക്കേണ്ട. അപ്പൊ എന്തായിരിക്കും? VO ആണ്, ഓർബിറ്റൽ വെലോസിറ്റി ആണ്. അപ്പൊ ½ mvo² ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? VOയുടെ ഫോർമുല നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. അപ്പൊ √GR എന്ത് വരും? സ്ക്വയർ വരുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി E1/E2 ആണ് നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. mgr/½ mgr. 2 മുകളിലേക്ക് പോകുന്നു, ഇത് ക്യാൻസൽ ആയി പോകുന്നു. 2 ആണ്. ഓപ്ഷൻ എന്താണ്? B ആണ്. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 63rd ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ B ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 71ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 71 പറയുന്നത് എന്താണ്? ദ പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് ഇൻ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയസ് R ഈസ് T. ഓക്കെ, അതായത് ക്യാപിറ്റൽ R റേഡിയസ് ഉള്ള ഒരു ഓർബിറ്റിൽ കറങ്ങുന്ന സാറ്റലൈറ്റിന്റെ പീരീഡ് T ആണ്. പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ, ഒറ്റ പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ് T. ഓക്കെ, ഇനി നോക്കൂ, മറ്റൊരു സാറ്റലൈറ്റ്, ദ പീരീഡ് ഓഫ് അനദർ സാറ്റലൈറ്റ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയസ് 4R ഈസ്. അതാണ് ക്വസ്റ്റ്യൻ. അതായത് R എന്നുള്ള ഓർബിറ്റൽ റേഡിയസ് ഉള്ള ഓർബിറ്റിൽ എന്ത് ചെയ്യണം? റേഡിയസ് ഉള്ള ഓർബിറ്റിൽ കറങ്ങുമ്പോൾ ഒരു സാറ്റലൈറ്റ് കറങ്ങുകയാണ്, അതിന്റെ ടൈം പീരീഡ് T ആണ്. മറ്റൊരു സാറ്റലൈറ്റ് എന്താണ്? 4R എന്നുള്ള റേഡിയസ് ഉള്ള ഒരു ഓർബിറ്റിൽ കറങ്ങുകയാണ്, അതിന്റെ ടൈം പീരീഡ് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനെ T' എന്ന് വിളിക്കുന്നു. നോക്കൂ, അതിനു മുമ്പ് T എന്നുള്ള, അതായത് ഓർബിറ്റൽ റേഡിയസ് R ആണ് എങ്കിൽ സാറ്റലൈറ്റിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ആണിത്, 2π × √R³ നിങ്ങൾ ഇത് എന്താണ് തിയറി പാർട്ടിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. ഓക്കെ, R എന്താണ്? ഓർബിറ്റൽ റേഡിയസ് ആണ്. എങ്കിൽ അടുത്ത സാറ്റലൈറ്റിന് നോക്കൂ, അതിന്റെ ഓർബിറ്റൽ റേഡിയസ് 4R അല്ലേ? അപ്പൊ അതാ ഇവിടെ ഇതിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 4R കൊടുക്കണം. അതിന്റെ ടൈം പീരീഡ് T' എന്ന് എടുക്കുന്നു. അപ്പൊ T' = 2π × √4R⁴ that is equal to 2π × √4³ × R³. 4³ എന്ന് പറഞ്ഞാൽ എന്താണ്? 64 ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, കിട്ടിയത്. അപ്പൊ നോക്കിക്കേ, ഈ 64ന്റെ റൂട്ട് എന്താണ്? 8 ആണ്. ബാക്കി എന്തുണ്ട്? 2π × √R³/gm. 2π × √R³/gm അല്ലേ നമ്മൾ എന്ത് വിളിച്ചത് മുകളിൽ? 2π × √R³/gm നിങ്ങൾ T എന്ന് വിളിച്ചത്. അപ്പൊ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടി? 8T എന്ന് കിട്ടി. അപ്പൊ നോക്കിക്കേ, ഓപ്ഷൻ B ആണ്. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 71 ആണ്. ഓപ്ഷൻ B ആണ്. B. ഓക്കെ, നിങ്ങൾ ഒന്നുകൂടി നോക്കുക ക്വസ്റ്റ്യൻ. ഓപ്ഷൻ B. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 73 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 73 നോക്കൂ, ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ റേഡിയസ് ഓഫ് ദി എർത്ത് ഈസ് റെഡ്യൂസ്ഡ് ബൈ 1%, മാസ് റിമൈനിങ് ദ സെയിം. നോക്കൂ, മാസ് മാറാതെ റേഡിയസ് എത്രയാണ്? 1% കുറയുകയാണ് എങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എത്ര ശതമാനമാണ് മാറുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ റേഡിയസ് 1% കുറയുന്നു, മാസ് മാറുന്നില്ല,
എസ്കേപ്പ് വെലോസിറ്റി എത്ര ശതമാനം എന്താണ് മാറുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നോക്കൂ, എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? വി ഈസ് ഈക്വൽ ടു √2gm/r. മാസ് മാറുന്നില്ല, എന്നാൽ റേഡിയസ് എന്ത് ചെയ്യുന്നുണ്ട്? 1% കുറയുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ഈ ഇക്വേഷനിൽ നിന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോർമുല എഴുതി കൂടെ? അതായത് √2gm എന്നത് കോൺസ്റ്റന്റ് ആണ് എങ്കിൽ ബാക്കിയുള്ളത് ആരാണ്? 1/√r ഉള്ളൂ. അപ്പൊ ആ കോൺസ്റ്റന്റ് k എന്ന് വിളിച്ചാൽ ഈ 1/√r നിങ്ങൾക്ക് r⁻⁻1/2 എന്ന് എഴുതാം. കുഴപ്പമില്ല. നോക്കൂ, നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി എത്രമാത്രം മാറുന്നു എന്നാണ്, അല്ലെങ്കിൽ പെർസെന്റേജ് എറർ കണ്ടുപിടിച്ചാലും മതി. അതായത് മാറ്റമാണല്ലോ എറർ. വരേണ്ടിയിരുന്ന ക്വാണ്ടിറ്റിയിൽ നിന്നും എത്രമാത്രം മാറുന്നു, ആ മാറ്റത്തിന്റെ ശതമാനം എത്ര, അതാണ് എറർ സിംപ്ലി. അപ്പൊ പെർസെന്റേജ് എറർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ΔV/VE × 100 ആണ് പെർസെന്റേജ് എറർ. അതെങ്ങനെയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 × ΔR/R × 100 ആണ്. നോക്കൂ, ഈ ഇക്വേഷനിലാണ് നമ്മൾ എറർ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഈ എക്സ്പോണന്റ് എന്ത് ചെയ്യും? ഇവിടെ വരുന്നു. നമ്മൾ ആ എററിന്റെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞതുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ. അപ്പൊ എന്താണ്? 1/2 × ΔR/R × 100. നെഗറ്റീവ് എടുക്കണ്ട. 1/2 ΔR/R × 100. നോക്കൂ, 1/2 ΔR/R × 100 എത്രയാണ്? 1% കുറയുന്നു എന്നല്ലേ? അപ്പൊ 1% എററാണ്. അപ്പൊ നോക്കൂ, 1/2 × 1 അപ്പൊ എത്രയാണ്? 0.5%. അപ്പൊ ആൻസർ എത്ര? ഓപ്ഷൻ ഡി ആണ്. ഇവിടെ എന്തുകൊണ്ട് പെർസെന്റേജ് എറർ എടുക്കുന്നു? എല്ലാം പെർസെന്റേജിലെ മാറ്റമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വരേണ്ടിയിരുന്നതിൽ നിന്നും എത്രയോ ശതമാനം കുറയുന്നു. അപ്പൊ എത്ര ശതമാനം കുറയുന്നു? ആ കുറയുന്ന ശതമാനമാണ് പെർസെന്റേജ് എറർ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പെർസെന്റേജ് എറർ എടുക്കാം. ഓക്കെ, 73rd ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 79 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 79 വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? എർത്തിന്റെ മാസ് ഇഫ് മാസ് ആൻഡ് റേഡിയസ് ഓഫ് എർത്ത് ആർ ഡബിൾഡ് ദ എസ്കേപ്പ് വെലോസിറ്റി ഡിക്കെ. അതായത് എർത്തിന്റെ മാസും റേഡിയസും ഡബിൾ ചെയ്യുമ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്താവും എന്നാണ് ക്വസ്റ്റ്യൻ. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? VE = √2gm/r. m എർത്തിന്റെ മാസും r എർത്തിന്റെ റേഡിയസുമാണ്. ഓക്കെ, നമ്മൾ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു. എർത്തിന്റെ മാസ് 2m ഡബിൾ ചെയ്യുന്നു, റേഡിയസ് 2r ആകുമ്പോൾ അവിടെയുള്ള ആ കേസിലെ എസ്കേപ്പ് വെലോസിറ്റി നിങ്ങൾ v' എന്ന് വിളിക്കുന്നു. നോക്കൂ, ഇനി നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ 2 ക്യാൻസൽ ചെയ്തു പോയി ഫലത്തിൽ നിങ്ങൾ കിട്ടുന്ന എന്താണ്? √2gm/r. ഇത് തന്നെയാണ് VE. അപ്പൊ നോക്കൂ, മാസ് ഡബിൾ ചെയ്ത് റേഡിയസ് ഡബിൾ ചെയ്തപ്പോൾ കിട്ടുന്ന എന്താണ്? പഴയ എസ്കേപ്പ് വെലോസിറ്റി തന്നെയാണ്. അപ്പൊ എന്താണ്? ഓപ്ഷൻ ഇ ആണ്. എസ്കേപ്പ് വെലോസിറ്റിക്ക് മാറ്റമൊന്നും ഇല്ല. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് 82 ക്വസ്റ്റ്യൻ നമ്പർ 82ലേക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 82 എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 82 പറയുന്നത്, ഫോർ എ സാറ്റലൈറ്റ് മൂവിംഗ് ഇൻ സർക്കുലർ ഓർബിറ്റ് അറൌണ്ട് എ പ്ലാനറ്റ് കൈനറ്റിക് എനർജി E ആൻഡ് ടൈം പീരീഡ് T ആർ റിലേറ്റഡ് ബൈ. നോക്കൂ, ഒരു പ്ലാനറ്റിന് ചുറ്റും ഒരു സാറ്റലൈറ്റ് സർക്കുലർ ഓർബിറ്റിൽ മൂവ് ചെയ്യുകയാണ്. ഓക്കെ, എങ്കിൽ ആ സാറ്റലൈറ്റിന്റെ കൈനറ്റിക് എനർജിയും ടൈം പീരീഡും തമ്മിൽ ഏത് രീതിയിലാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? താഴെ പറയുന്ന ഏത് രീതിയിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഓക്കെ, താഴെ എന്താണ്? അതെല്ലാം പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻസ് ആണ്. നമുക്ക് ഓരോന്നായി ചെയ്തു നോക്കാം. നോക്കൂ, സാറ്റലൈറ്റിന്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ജനറലായി 12mv² ആണ്. അതായത് ആ ഓർബിറ്റിൽ ഈ സാറ്റലൈറ്റ് ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മൂവ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുമ്പോഴുള്ള ഇതിന്റെ വെലോസിറ്റി എത്രയാണ്? ആ വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. നോക്കൂ, ഓർബിറ്റൽ ഇത് യഥാർത്ഥത്തിൽ VO ആണ്. V ഓർബിറ്റൽ ആണ്. അപ്പൊ V ഓർബിറ്റൽ വെലോസിറ്റി അതിന്റെ ഇക്വേഷൻ എന്താണ്? നിങ്ങൾ കാണാതെ പഠിക്കണമെന്ന് ഒരുപാട് തവണ പറഞ്ഞതാണ്. എന്താണ്? √gm/r. അതാണ് ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. നോക്കൂ, അപ്പൊ 12mv² എന്ത് കിട്ടും? ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് gm/r എന്ന് കിട്ടും. gm/r. പിന്നെ ഒരു ഹാഫും ഒരു എമ്മും കൂടെ അല്ലേ ഉള്ളൂ. അപ്പൊ 12m × gm/r. നോക്കൂ, നിങ്ങൾക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം കൈനറ്റിക് എനർജിയും ഓർബിറ്റൽ റേഡിയസും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും? അപ്പോ കൈനറ്റിക് എനർജി നോക്കൂ, E = gmm/2r ആണ്. ഇതെല്ലാം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഓർബിറ്റൽ റേഡിയസുമായി എങ്ങനെയാണ്? ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ്. നോക്കിക്കേ, E ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r ആണ്. നോക്കൂ, ഇനി കെപ്ലേഴ്സ് തേർഡ് ലോയിൽ നിന്ന് നിങ്ങൾക്കറിയാം ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് ഈസ്
the square of the time period t square is directly proportional to cube of the semi major axis. അപ്പോൾ ഈ കേസിൽ എന്താണ് സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നത് ഓർബിറ്റൽ റേഡിയസ് ആണ്. ടി സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. അപ്പൊ നിങ്ങൾ ക്യൂബ് റൂട്ട് എടുക്കൂ, ഇത് തിരിച്ചു എഴുതാം. ആർ ക്യൂബ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടി സ്ക്വയർ എന്ന് എഴുതിയതിനു ശേഷം ക്യൂബ് റൂട്ട് എടുത്താൽ എന്ത് കിട്ടും? ഇത് ആറായി മാറും. ഇതെന്താണ്? ടി സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1/3. ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഹോൾ റൈസ് ടു 1/3 അല്ലേ? അപ്പൊ ടി റൈസ് ടു 2/3 എന്ന് കിട്ടും. നിങ്ങൾക്ക് ആൾറെഡി അറിയാം എന്താണ് ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r അല്ലേ? അപ്പൊ നോക്കൂ, 1/r എടുക്കുമ്പോൾ ഇവിടെ എന്താണ് 1/t റൈസ് ടു 2/3 കിട്ടണം. ഓക്കെ, 1/r ആവുമ്പോൾ എന്താണ് 1/t റൈസ് ടു 2/3. അപ്പൊ നോക്കിക്കേ, ഇത് മുകളിൽ വരുമ്പോൾ എന്ത് കിട്ടും? ടി റൈസ് ടു -2/3 എന്ന് കിട്ടും. അപ്പൊ നോക്കിയേ, ഈ റിലേഷൻ ഏതാണ്? നിങ്ങളുടെ ഓപ്ഷനിൽ ഈ റിലേഷൻ ഉണ്ട്. അത് എത്രയാണ്? അത് ഓപ്ഷൻ ഇ ആണ്. ഓപ്ഷൻ ഇ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കറപ്പിക്കണം. കാര്യം എന്താണ്? അതിന്റെ തൊട്ടടുത്തുള്ള ഓപ്ഷൻ ഡിയിൽ ടി റൈസ് ടു 2/3 ആണ്. ശ്രദ്ധിക്കാതെ നെഗറ്റീവ് ഡി ആണ് എന്ന് പറഞ്ഞ് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ നന്നായി ഒബ്സർവ് ചെയ്യുക. വേഗതയും വേണം, കൃത്യതയും വേണം നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷനിൽ. ഓക്കെ, അപ്പൊ നോക്കൂ, ആൻസർ എത്രയാണ്? ആൻസർ ഇ ആണ്. ഓപ്ഷൻ ഇ ആണ്. ക്വസ്റ്റ്യൻ എത്രയായിരുന്നു? 82nd ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് 79th ക്വസ്റ്റ്യനും 82, ക്വസ്റ്റ്യൻ നമ്പർ 82. ഓക്കെ ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 93 ആണ്. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 93 പറയുന്നത്? എ സാറ്റലൈറ്റ് ഈസ് ടു റിവോൾവ് റൗണ്ട് ദി എർത്ത് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 8000 കിലോമീറ്റർ. അപ്പോൾ എർത്തിന് ചുറ്റും 8000 കിലോമീറ്റർ റേഡിയസ് ഉള്ള ഓർബിറ്റൽ റേഡിയസ് ആണത്. 8000 കിലോമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ എന്ത് ചെയ്യുകയാണ്? ഒരു സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുകയാണ്. ദ സ്പീഡ് അറ്റ് വിച്ച് ദിസ് സാറ്റലൈറ്റ് ബി പ്രൊജക്റ്റഡ് ഇൻ ടു ഓർബിറ്റ്. നോക്കൂ, ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി. ദ സ്പീഡ് അറ്റ് വിച്ച് ദിസ് സാറ്റലൈറ്റ് ബി പ്രൊജക്റ്റഡ് ഇൻ ടു ഓർബിറ്റ്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രൊജക്ടൈൽ വെലോസിറ്റി അല്ലെങ്കിൽ എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി ആണോ? അല്ല, ഓർബിറ്റിൽ പ്ലേസ് ചെയ്യാനുള്ള വെലോസിറ്റി. എർത്തിന്റെ ഗ്രാവിറ്റേഷൻ പുൾ ഓവർകം ചെയ്യാനുള്ള വെലോസിറ്റി അല്ല, പിന്നെന്താണ്? ഓർബിറ്റിൽ പ്ലേസ് ചെയ്യാനുള്ള വെലോസിറ്റി. അത് ഓർബിറ്റൽ വെലോസിറ്റി ആണ്. അതിന്റെ വ്യത്യസ്ത ഇക്വേഷൻസ് ഉണ്ട്. നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? √g r², ക്യാപിറ്റൽ R²/r. ആർ എന്താണ്? എർത്തിന്റെ റേഡിയസ്. ഈ ആർ എന്താണ്? ഈ സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ റേഡിയസ്. ഓക്കെ, ഓർബിറ്റൽ റേഡിയസ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ഇത് നിങ്ങൾക്ക് മറ്റ് ഇക്വേഷൻ ഉപയോഗിക്കാം. രണ്ടും എന്താണ്? സെയിം ആണ്. പക്ഷെ ഇതെന്താണ്? ഇത് കുറച്ചുകൂടി സിമ്പിൾ ആണ് ഈ ഇക്വേഷൻ. അതായത് പ്രോബ്ലത്തിന്റെ നേച്ചർ അനുസരിച്ച് വേണം നിങ്ങൾ ഇക്വേഷൻ എഴുതാൻ. അതെങ്ങനെ ചെയ്യും? നോക്കൂ, അത് നമ്മൾ എക്സ്പീരിയൻസിലൂടെ കിട്ടുന്നതാണ്. അതായത് ഒരുപാട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തിയറി. അതായത് തിയറിയിൽ ഇൻഹെറന്റ് ആയ അല്ലെങ്കിൽ തിയറിയിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്ന ഡിഫിക്കൽറ്റീസ്, പാട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ എന്താണ്? നിങ്ങളുടെ മെറ്റീരിയൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം ചെയ്ത് നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇനി ഒരു പ്രോബ്ലം വരുമ്പോൾ ഇത് ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കൂ, ഇനി എന്ത് ചെയ്യാം? പാരാമീറ്റേഴ്സിലായിട്ട് കൊടുക്കൂ. G10 ആണ്. റേഡിയസ് 6400 കിലോമീറ്റർ ആണ് കേട്ടോ. 6400 കിലോമീറ്റർ. അതിന്റെ സ്ക്വയർ ആണ്. നോക്കൂ, 6400 × 6400 × 10⁻⁶ എങ്ങനെ വന്നു? 6400 × 10⁻³ ആണ് 6400 കിലോമീറ്ററിന് മീറ്റർ ആക്കുന്നത്. അങ്ങനെ രണ്ടു വട്ടം ഉള്ളത് കൊണ്ട് എന്താണ്? 10⁻³ the whole square 10⁻⁶ ഡിവൈഡഡ് ബൈ 8000 × 10⁻³ ഇതെല്ലാം മാറ്റാൻ മറക്കരുത്. കിലോമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അത് മീറ്റർ ആക്കണം, SI യൂണിറ്റിലാക്കണം എപ്പോഴും. അപ്പൊ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓർബിറ്റൽ വെലോസിറ്റി 7.08 എന്ന് കിട്ടും. ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. 93rd ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ബി. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 98 ആണ്. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 98 പറയുന്നത്? 2 satellites revolve around the earth at distances 3r and 6r from the center of the earth. Their periods of revolution will be in the ratio. നോക്കൂ, 2 സാറ്റലൈറ്റുകൾ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. ഓർബിറ്റൽ റേഡിയസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിവോൾവ് ചെയ്യുന്ന എന്താണ്? ആ ഓർബിറ്റൽ റേഡിയസ് എന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉദ്ദേശിക്കാം. ഡിസ്റ്റൻസസ് എത്രയാണ്? എർത്തിന്റെ സെന്ററിൽ നിന്നും നോക്കിയേ, എർത്തിന്റെ സെന്ററിൽ നിന്നും ആദ്യത്തെ സാറ്റലൈറ്റ് 3r രണ്ടാമത്തെ സാറ്റലൈറ്റ് എത്ര? 6r ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുകയാണ്? റിവോൾവ് ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? their periods of revolution, time periods of revolution. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് പ്ലസ് തേർഡ് ലോയിൽ നിന്ന് കിട്ടും T² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r³. അപ്പൊ നോക്കിക്കേ, ആദ്യത്തെ കേസിൽ r എന്താണ്? 3r ആണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
രണ്ടാമത്തെ കേസിലോ 6r ആണ്. അപ്പൊ t1 square എന്ത് കിട്ടും? 3r cube divided by 6r cube, that is equal to 3r by 6r the whole cube എന്ന് എഴുതാമല്ലോ. അപ്പൊ എന്താണ്, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/2 the whole cube എന്ന് കിട്ടും. ഓക്കെ, അപ്പോ t1 square by t2 square is equal to 1/2 the whole cube എന്ന് പറഞ്ഞാൽ എന്താണ്? 1 cube by 2 cube ആണ്. 1 cube 1 ആണ്. 1/2 cube, which implies t1 by t2 is equal to 1 by എന്താണ്, ഇത് സ്ക്വയർ ആണ്, നോക്കണം. t1 square by t2 square is equal to 1/2 cube അല്ലേ? അപ്പോ ഇതിന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പൊ എന്താണ്? 1/2 ക്യൂബ് ദ ഹോൾ റൈസ് ടു ഹാഫ് ആണ്. അപ്പൊ നോക്കിക്കേ, 1/2 ക്യൂബ് ദ ഹോൾ റൈസ് ടു ഹാഫ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് ഇതെന്താണ്? എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എം എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം n ആണ്. അപ്പൊ നോക്കിയേ, 3 × 1/2 3/2 അത് എത്രയാണ്? 3/2 1.5 ആണ്. ഓക്കെ, അപ്പോ ഓപ്ഷൻ എന്താണ്? t1 by t2 എന്ന് പറഞ്ഞാൽ t1 is to t2, that is equal to 1 is to the ക്വാണ്ടിറ്റി. അത് എത്രയാണ്? 2/1.5 ആണ്. അപ്പോ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ സി ആണ്. 98th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1 is to 2/1.5. ഓക്കെ ഓക്കെ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 107 ആണ്. ഇഫ് ദി എർത്ത് ഈസ് അറ്റ് 1/4 ഓഫ് ഇറ്റ്സ് present distance from the sun, present distance അല്ല, present distance ആണ്. present distance from the sun, the duration of the year will be. നോക്കൂ, അതായത് ഇപ്പോൾ എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ 1/4 ഡിസ്റ്റൻസിലാണ് എർത്ത് ഉള്ളതെങ്കിൽ ഒരു വർഷത്തിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? ഇപ്പോൾ ഒരു വർഷത്തിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? അങ്ങനെ ഡേയ്സ് പറഞ്ഞിട്ടില്ല. അതായത് പ്രസന്റ് ഇയറിന്റെ എത്ര ഭാഗമാണ് ഉണ്ടാകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ അതായത് എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1/4 ആണ് എങ്കിൽ പ്രസന്റ് ഇയറിന്റെ എത്ര ഭാഗമായിരിക്കും അപ്പോൾ ഉണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. നോക്കൂ, നമുക്ക് ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്? കെപ്ലേഴ്സ് തേർഡ് ലോ ആണ്. അപ്പൊ നോക്കൂ, ആദ്യത്തെ കേസിൽ t1 എന്നുള്ളത് നിങ്ങൾ t എന്ന് എടുക്കുന്നു. t2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, r1 ആദ്യത്തെ കേസിലെ r1 എന്നാണ്. എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയ r എന്ന് എടുക്കുന്നു. r2 നോക്കിക്കേ, r2 എന്താണ്? ഇപ്പോ എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ എന്താണ്? 1/4 ആണ്. അപ്പൊ രണ്ടാമത്തെ കേസിലെ r2 എന്ന് പറയുന്നത് r/4 ആണ്. അപ്പൊ നോക്കൂ, നേരിട്ട് കെപ്ലേഴ്സ് ലോ ഇൻഡിവിജ്വലായി എഴുതുന്നതിന് പകരം നമ്മൾ എന്താണ് സ്ട്രെയിറ്റ് ആയി ഒരു സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. t2 എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? t2 സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r2 ക്യൂബ് ആണ്. അപ്പൊ t2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? r2 ദ ഹോൾ റൈസ് ടു 3/2 ആണ്. അതുപോലെ t1 r1 ദ ഹോൾ റൈസ് ടു 3/2. t2 ബൈ t1 എന്താണ്? r2 ബൈ r1 ദ ഹോൾ റൈസ് ടു 3/2. കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല അതിന്. അപ്പൊ നോക്കൂ, t2 എങ്ങനെ എഴുതാം? t1 ഇൻറ്റു ഈ ക്വാണ്ടിറ്റി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നോക്കിക്കോ, r2ന് നിങ്ങൾ കൊടുത്ത വാല്യൂ എന്താണ്? r/4 ആണ്. നോക്കൂ, r/4 കൊടുക്കുന്നു. ഇവിടെ r1 എന്താണ്? r1 നമ്മൾ വാല്യൂ കൊടുത്ത 6 ആണ്. ഓക്കെ, ഇനി ക്യാൻസൽ ചെയ്ത് കളഞ്ഞോളൂ. t ഇൻറ്റു 1/4 ദ ഹോൾ റൈസ് ടു 3/2 എന്ന് വെച്ചാൽ എന്താണ്? t ഇൻറ്റു 1/, നോക്കൂ, ഈ 1/4 ഇതെന്താണ്? 1 റൈസ് ടു 3/2 ഡിവൈഡ് ബൈ 4 റൈസ് ടു 3/2 എന്നാണ്. അപ്പൊ ഇതിനെ 4 റൈസ് ടു 3/2 എന്നാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ നോക്കൂ, അതിനെ നമ്മൾ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് മാറ്റുന്നു. 4 റൈസ് ടു ഹാഫ് ദ ഹോൾ റൈസ് ടു 3 രണ്ടും എന്ത് തന്നെയാണ്? 4 റൈസ് ടു 3/2 ആണ്. എന്തുകൊണ്ടാണ് 4 റൈസ് ടു ഹാഫ് എന്ന് എഴുതിയത്? 4 റൈസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ 4ന്റെ റൂട്ടാണ്, അത് 2 ആണ്. അപ്പൊ നോക്കൂ, ഫലത്തിൽ ഇവിടെ എന്തായി? 2 റൈസ് ടു 3 അല്ലെങ്കിൽ 2 ക്യൂബ്, അതെന്താണ്? 8 ആണ്. അപ്പൊ t/8 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. 107ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 109, 109ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ എർത്ത് ഈസ് ട്രീറ്റഡ് ആസ് എ സ്ഫിയർ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R ആൻഡ് മാസ് ക്യാപിറ്റൽ M, ഇറ്റ്സ് ആംഗുലാർ മൊമെന്റം എബൌട്ട് ദി ആക്സിസ് ഓഫ് ഇറ്റ്സ് ഡയഗണൽ റൊട്ടേഷൻ വിത്ത് പീരീഡ് t ഈസ്. അപ്പൊ നോക്കൂ, എർത്ത് റേഡിയസ് ക്യാപിറ്റൽ ആറും മാസ് ക്യാപിറ്റൽ എമ്മും ഉള്ള ഒരു സ്ഫിയർ ആയി പരിഗണിച്ചാൽ അതിന്റെ ആംഗുലാർ മൊമെന്റം എബൌട്ട് ദി ആക്സിസ്, എന്ത് ആക്സിസ് ആണ്? ആക്സിസ് ഓഫ് ഇറ്റ്സ് ഡയഗണൽ റൊട്ടേഷൻ വിത്ത് പീരീഡ് t. ഡയഗണൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേ ആൻഡ് നൈറ്റ്. ഡയഗണൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഡേ ആൻഡ് നൈറ്റ് എന്നാണ്. അതായത് എർത്തിന്റെ സാധാരണ റൊട്ടേഷൻ, അതിന്റെ ആക്സിസ് എടുക്കുക. ഓക്കെ, ഇങ്ങനെയല്ല, ആക്സിസ് കുറച്ച് ടിൽറ്റഡ് ആണ്. ഞാൻ എന്താണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ വരച്ചതേ ഉള്ളൂ. ആംഗുലർ മൊമെന്റ് നോക്കൂ, ഒരു സ്പിയറിന്റെ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ആംഗുലർ മൊമെന്റം എന്താണ്? I ω എന്നാണ് അതിന്റെ ഫോർമുല. എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ഒമേഗ.
നോക്കൂ, എർത്ത് ഒരു സ്പിയർ ആണ്, അതിന്റെ ഡയമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ആണ് എങ്കിൽ ആ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും? 2/5 mr² ആയിരിക്കും. m എന്താണ്? മാസ് ആണ്. r എന്താണ്? റേഡിയസ് ആണ്. ഓക്കെ, ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 2π/t അല്ലേ? നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? ടൈം പീരീഡ് t എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒമേഗയെ നമ്മൾ എന്താക്കണം? 2π/t ആക്കണം. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 4π mr² ഡിവൈഡഡ് ബൈ 5t എന്ന് കിട്ടും. വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഉത്തരമാണ്. ആൻസർ ഏതാണ്? ആൻസർ എ ആണ്. ഓപ്ഷൻ എ ആണ്. 109 ആൻസർ എ ആണ്. ഓക്കെ ഓക്കെ അടുത്തത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 110. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ ബിക്കംസ് ഹാഫ് ഇറ്റ്സ് പ്രസന്റ് വാല്യൂ, ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ വുഡ് ഹാവ് ബീൻ. അതായത് എർത്തും സണ്ണുമുള്ള ദൂരം ഇപ്പോഴത്തെ വാല്യൂവിന്റെ പകുതിയാവുകയാണ് എങ്കിൽ ഒരു വർഷത്തിലെ ദിവസങ്ങളുടെ എണ്ണം എത്രയാകുമായിരുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ ദിവസത്തിന്റെ എണ്ണം എത്രയാണ് നമുക്കറിയാം? 365 ഡേയ്സ് ആണ്. എങ്കിൽ അത് എന്താണ്? എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇപ്പോഴത്തെ ഡിസ്റ്റൻസ് ആണ് എന്താണ് ആകുമ്പോഴാണ്. അപ്പൊ നോക്കൂ, എന്നാൽ അത് r/2 ആകുമ്പോഴോ ആ ഡിസ്റ്റൻസിന്റെ പകുതിയാകുമ്പോഴോ നമ്പർ ഓഫ് ഡേയ്സ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കൂ, രണ്ട് ടൈം പീരീഡുകൾ ഉണ്ട്. ഓക്കെ, ആദ്യത്തെ ടൈം പീരീഡ് T1 നിങ്ങൾ T എന്ന് വിളിക്കുന്നു. T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദിവസത്തിലാണ് കണ്ടുപിടിക്കുന്നത്. നോക്കൂ, R1 എന്നതിനെ R എന്ന് വിളിക്കുന്നു. R2 അതായത് ഇപ്പോഴത്തെ ഡിസ്റ്റൻസ് അപ്പൊ എന്താണ്? r/2 ആണ്. പകുതിയാകുന്നു എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു. കെപ്ലർസ് തേർഡ് ലോ ഉപയോഗിക്കുക. T1² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r1³ T2² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r2³. നോക്കൂ, T2²/T1² എന്ത് കിട്ടും? r2³ r1³ the whole cube that is equal to നിങ്ങൾക്ക് എന്ത് എഴുതാം? r2/r1 അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? T2/T1 ഇതിന്റെ റൂട്ട് എടുക്കുക. അപ്പൊ T2/T1 ആകുന്നു. അപ്പൊ ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? r2/r1 the whole raised to 3/2 എന്ന് കിട്ടും. അപ്പൊ T2 = T1 ഇൻറ്റു ഇങ്ങനെ കിട്ടില്ലേ? T2 = T1 ഇൻറ്റു r2/r1 the whole raised to 3/2. ഇനി നോക്കൂ, T1 എത്രയാണ്? ഒരു വർഷം 365 ദിനങ്ങളാണ്. ഇവിടെ നമ്മൾ T1 എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം പീരീഡ് ആണ്, സമയമാണ്. സമയം നിങ്ങൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സെക്കൻഡ് ഉണ്ട്, മിനിറ്റ് ഉണ്ട്, എന്താണ് മണിക്കൂറുണ്ട്, പിന്നെന്താണ് അത് ദിവസമുണ്ട്. അപ്പം ഇതെല്ലാം സമയത്തിന്റെ എന്താണ് യൂണിറ്റുകളാണ്. ഓക്കെ, യൂണിറ്റുകൾ എന്ന് പറയാൻ പറ്റില്ല, സമയത്തിന്റെ അളവുകളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? T1-നെ 365 ഡേയ്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? ഡേയ്സിലായിരിക്കും. അപ്പൊ നോക്കൂ, 365 ഡേയ്സ് ഇൻറ്റു R2 നിങ്ങൾ എന്താണ് കൊടുത്തത്? r/2 ആണ്. അതായത് ഇപ്പൊ എന്താണ്? പ്രസന്റ് വാല്യൂവിന്റെ പകുതിയാണ് ഉള്ളത് എങ്കിൽ അപ്പൊ നോക്കൂ, R2 എന്താണ്? r/2. r നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. r ക്യാൻസൽ ചെയ്ത് 1/2 the whole raised to 3/2. അപ്പൊ 365 എന്ത് കിട്ടും? 1/2 the whole raised to 3/2 എന്ന് പറഞ്ഞാൽ 1/3/2/2 എന്നാണ്. നോക്കൂ, 2/3/2 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എഴുതാം? 2/2 the whole raised to എന്താണ് 3 എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഓക്കെ, 2/2 the whole raised to 3. അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈ രീതി തന്നെ എഴുതാം. 2/2 എന്ന് പറഞ്ഞാൽ എന്താണ്? √2 ആണ്. √2 the whole cube എന്താണ്? √2 the whole cube √2 ഇൻറ്റു √2 അല്ലേ? √2 ഇൻറ്റു √2 എത്രയാണ്? 2 ആണ്. അപ്പൊ 2√2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണ്. അതാണ് എന്താണ് 1/2 the whole raised to 3/2. ഇനി ഇങ്ങനെ എഴുതിയതിന്റെ കാരണം ഇതാണ് സ്റ്റെപ്പുകൾ. ഓക്കെ, അപ്പൊ 365 ഇൻറ്റു 1/2√2 എന്ന് കിട്ടുന്നു. അത് നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 129 ഡേയ്സ് എന്ന് കിട്ടും. അപ്പൊ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 110 ക്വസ്റ്റ്യൻ നമ്പർ 110ന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓപ്ഷൻ ബി ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കൂ, ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിലെ എന്താണ് നോട്ട്സ് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കൂ. പ്രധാനപ്പെട്ട ഫോർമുലകൾ ഒന്ന് എഴുതി പഠിക്കുക. നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാക്കുക. എന്നിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്ത് നോക്കുക. മെറ്റീരിയലിൽ അതിന്റെ എന്താണ് സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.